ഏജ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളം ചാപ്റ്റർ 8 ആണ്, കുടുംബജീവിതം. ഇത് എഴുതിയിരിക്കുന്നത് KP കേശവ മേനോനാണ്. അദ്ദേഹം ചിന്തകനാണ്, പണ്ഡിതനാണ്, കൂടാതെ സാഹിത്യകാരൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ചിന്തകൾ എന്ന ഉപന്യാസ ഗ്രന്ഥത്തിൽ നിന്നിട്ട് എടുത്തിട്ടുള്ളൊരു ലേഖനമാണ് കേട്ടോ കുടുംബജീവിതം. അപ്പം ഈ ഒരു ലേഖനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും അധികവും വളച്ചു കെട്ടില്ലാത്ത രീതിയിൽ ആവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള ഭാഷ ഉൾപ്പെടുത്തിയിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഒക്കെ സവിശേഷതകൾ. അപ്പോൾ എന്താണ് ഈ ഒരു കുടുംബജീവിതം എന്ന് പറയുന്ന ഈ ഒരു ലേഖനം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടാണ് എന്നായിരിക്കും അധികം പേരുടെയും ഉത്തരം. കുടിലായാലും ശരി, കൊട്ടാരമായാലും ശരി, ദാരിദ്ര്യത്തിൻ്റെ ഇരിപ്പിടമായാലും തരക്കേടില്ല, സമൃദ്ധിയുടെ സംഗീതമായാലും വിരോധമില്ല. വീട് വീട് തന്നെ. മനസ്സിന് അതിയായ സന്തോഷം ഉണ്ടാക്കുമ്പോഴും താങ്ങുവാൻ വയ്യാത്ത വ്യസനം നേരിടുമ്പോഴും നാം എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ്. ദീനം പിടിച്ചു വയ്യാതാകുമ്പോഴും പണിയെടുത്ത് ക്ഷീണിച്ചു വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും വീട്ടിൽ ചെന്ന് ചേരണമെന്നായിരിക്കും നമ്മുടെ മോഹം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുകയാണല്ലേ, വീടാണ് ഏതാളെ എടുത്ത് നോക്കുന്നതാണെങ്കിലും അധിക പേരുടെയും ഇഷ്ടസ്ഥലം എന്ന് പറയുന്നത് വീട് തന്നെയാണ്. അപ്പോൾ അത് കുടിലായാലും കുഴപ്പമില്ല, കൊട്ടാരമായാലും നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒക്കെ സന്തോഷം ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവസാനമായി തീർക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ആനന്ദം നാം ആദ്യമായി അറിയുന്നത് കുടുംബത്തിൽ നിന്നാണ്. നിസ്വാർത്ഥ സേവനത്തിൻ്റെ പ്രഥമ പാഠം പഠിക്കുന്നതും അവിടെ വെച്ച് തന്നെ. കുടുംബജീവിതത്തിന് മറ്റൊരു വിശേഷമുണ്ട്. ഇഷ്ടപ്രകാരം എന്തു ചെയ്യുവാനുള്ള സൗകര്യം നമുക്കുള്ളത് അവിടെ മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആനന്ദം എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കുടുംബമായി കഴിഞ്ഞാൽ പാരൻസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, കൂടാതെ കുട്ടികളുണ്ടാവും. അങ്ങനെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ താമസിക്കുക. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം കൂടുമ്പോൾ ഇമ്പം വരാൻ നമുക്ക് എന്താ ഒരാൾ വിചാരിച്ച കഴിയുന്നതായിരിക്കുമോ? അല്ല, 2-3 പേര് വേണം അല്ലേ. അവിടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ കുട്ടികൾ എന്ന ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പം അവരെന്താണ്, പാരൻസ് അവരുടെ മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. അങ്ങനെ അത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആനന്ദം ആദ്യം തിരിച്ചറിയുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണെന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. കൂടാതെ എന്താണ് നിസ്വാർത്ഥ സേവനം? നിസ്വാർത്ഥ സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമുക്ക് ചില നമ്മുടെ കുട്ടികൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കടമകളുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ അകമഴിഞ്ഞിട്ടായിരിക്കും അല്ലേ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു സേവനങ്ങളൊക്കെ എന്താണ്? നിസ്വാർത്ഥ സേവനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഈ ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പം കൂടാതെ കുടുംബജീവിതത്തിന് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും, നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ നമ്മുടെ കുടുംബത്തിൽ. എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും അറിയുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും. പുറമെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫേസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. മേ ബി പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ലോണം നമ്മുടെ വഴക്കുണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷേ കുടുംബത്തിൽ എങ്ങനെയാണ്? സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മുഖംമൂടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അവരെ എന്താണ് ആ ഒരു രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലവർ വീട്ടിൽ വലിയ ബഹളം കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഡീസൻറ്റ്. അപ്പോൾ എല്ലാം നമ്മുടെ എവിടെയാണ് അറിയുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മളെന്താന്ന് നിർണ്ണയിക്കുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കേട്ടോ. ഒരു യോഗത്തിൽ സന്നിഹിതനായിരിക്കുമ്പോഴോ ആഫീസിലിരിക്കുമ്പോഴോ സൽക്കാരത്തിൽ പങ്കുകൊള്ളുമ്പോഴോ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. ചില ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് പലതരത്തിൽ ഇവർ പറയുന്നുണ്ട് അല്ലേ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും യോഗ അറ്റൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിലാണ് ഇരിക്കുന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നില്ല. അപ്പം ചില കാര്യങ്ങൾ പൊതുവേ നമ്മളിപ്പം ആ ഒരു ഓഫീസിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ സർട്ടൻ റൂൾസ്
കൊണ്ടുപോവേണ്ടതുണ്ട് അല്ലേ. നമ്മളിപ്പം വീട്ടിൽ നല്ല ഇപ്പം ഒരു കസേരയിൽ ഇരിക്കുന്നതാണെങ്കിൽ തന്നെ കാല് ചിലപ്പോൾ നമുക്ക് ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കാം. പക്ഷെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുമ്പോഴോ നമുക്കതിന് പറ്റാറുണ്ടോ? ഇല്ല, അവിടെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ ഒരു സെർട്ടൻ റെഗുലേഷന് അനുസരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. ചില വേഷങ്ങൾ കെട്ടേണ്ടതുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൂടാതെ കഴിയില്ല. വീട്ടിലിരിക്കുമ്പോൾ അത്യാവശ്യമില്ല, ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാം, എങ്ങനെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. അതിൽ യാതൊരു സൗകര്യവുമില്ല. കുടുംബം വലുതായാലും ചെറുതായാലും പല പ്രായക്കാരും പല തരക്കാരും ഒന്നിച്ചു പാർക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ലേഖകൻ, ഇപ്പം കുടുംബത്തിലാണെങ്കിൽ ഇവർക്ക് ഞാൻ പ്രത്യേകിച്ച് ഇതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലേഖകൻ KP കേശവ മേനോൻ ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായിട്ടാണ് ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിലിരിക്കുന്നത് പോലെ മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ നമുക്ക് എന്ത് ഫ്രീ ആയിട്ടും ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, എത്ര അളവിൽ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ആണെങ്കിലും ആരെയും നോക്കണ്ടേ, നമ്മുടെ പേരൻസ് അറിഞ്ഞാൽ മതിയല്ലോ നമ്മൾ എന്താ ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാലും അവിടെയും നമുക്ക് പ്രയോറിറ്റി കൂടുതലാണ് അല്ലേ. അപ്പം ഇതാണ് കുടുംബം വരുന്നത്. ഒരു തരത്തിലുള്ള അസൗകര്യവും നമുക്ക് വരുന്നില്ല. ഇനി കുടുംബം വലുതായാലും ചെറുതായാലും പല പ്രായക്കാരും പല തരക്കാരും ഒന്നിച്ചു പാർക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരാൾക്ക് ഭക്ഷണത്തിന് മാംസം കൂടാതെ കഴിയില്ല, മറ്റൊരാൾക്ക് അത് കണ്ടുകൂടാതെ തന്നെ. ഒരാൾക്ക് പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമായിരിക്കും, മറ്റൊരാൾക്ക് അത് കേൾക്കുമ്പോൾ തലവേദന വരും. ഒരാൾക്ക് കുട്ടികളുടെ ശബ്ദം കേൾക്കവയ്യ, മറ്റൊരാൾക്ക് അവരുടെ കളിയും ചിരിയും വലിയ ആനന്ദമുണ്ടാക്കും. ഇങ്ങനെ വിഭിന്ന രുചിക്കാരായവർ ഒന്നിച്ചൊരു സ്ഥലത്ത് സ്വൈര്യമായി പാർക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് സഹിഷ്ണുത മാത്രമല്ല, ഉള്ളഴിഞ്ഞ സ്നേഹം, കളങ്കമില്ലാത്ത വാത്സല്യം, സന്തോഷത്തോടു കൂടിയ ത്യാഗം, സ്വാർത്ഥമില്ലാത്ത സേവനം എന്നിവയാണ്. കുടുംബ ബന്ധം പുലർത്തുന്നതിനും വളർത്തുന്നതിനും സഹായിക്കുന്നത് ഈ ഗുണങ്ങളാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളിപ്പം ഒരു കുടുംബത്തിലായിരിക്കെ ഇപ്പം ഇവിടെ ലേഖകൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പലരും പല ടേസ്റ്റ് വരുന്നവരായിരിക്കും അല്ലേ. ടേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളോടായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ്, ചിലർക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ എന്താണ് ഒരു കുടക്കീഴിലാണ് കഴിയുന്നത്, കുടുംബം എന്ന ഒരു രീതിയിൽ. ഇപ്പം ഒരു പാരൻറ്റിൻ്റെ 2 മക്കളായി കഴിഞ്ഞാൽ എന്താണ്, 2 പേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. പക്ഷെ അവർക്ക് എപ്പോഴും എന്താണ്, സ്നേഹമുണ്ടല്ലേ. കുടുംബ ബന്ധം വരുമ്പോഴേക്കും അവിടെ സ്നേഹത്തിനെയാണ് മുൻനിർത്തുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടെ എൻ്റെ ഒരു ബ്ലഡാണല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ അകമഴിഞ്ഞിട്ടുള്ള സേവനം നമുക്ക് ഇവിടുന്ന്, അല്ലെങ്കിൽ അകമഴിഞ്ഞ് പല കാര്യങ്ങളും സ്നേഹത്തോടു കൂടെ ചെയ്തു കൊടുക്കാൻ നമുക്കിതിലൂടെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കുടുംബ ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിനെ വളർത്താനും എന്താണ്, ഇത്തരത്തിലുള്ള ഗുണങ്ങളിലൂടെ സാധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗിനിയാണ് മാതാവ്. തൻ്റെ മക്കൾക്കു വേണ്ടി എന്ത് കഷ്ടം അനുഭവിക്കാനും എന്ത് ത്യാഗം ചെയ്യുവാനും അവർ തയ്യാറായിരിക്കും. മാതാവിനോട് നന്ദികേട് കാണിക്കുന്ന മനുഷ്യൻ ഹീനനാണ്, നികൃഷ്ടനാണ്. കള്ളനായാലും ദുഷ്ടനായാലും അമ്മയ്ക്ക് മകൻ തന്നെ. മറ്റെല്ലാവരും നമ്മെ ത്യജിച്ചുവെന്ന് വരാം, തള്ളിക്കളഞ്ഞു എന്ന് വരാം. എന്നാൽ ഏതു സന്ദർഭത്തിലും ഏത് സ്ഥിതിയിലും അമ്മയുടെ വാത്സല്യവും സഹായവും നമുക്കുണ്ടാകുമെന്ന് തീർച്ചപ്പെടുത്താം. അപ്പം ഈ ഒരു ലൈൻ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പ്രപഞ്ചത്തിൽ മാതാവിനേക്കാൾ വലിയ പോരാളിയായിട്ടൊന്നും ഇല്ലാന്ന് ഒരു സിനിമയിലൂടെ നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിലും ലേഖകൻ പറയുന്നത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ത്യാഗിനി ആരാ വരുന്നത്, മാതാവ് തന്നെയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ആ ഒരു അറ്റ് ദ സെയിം ടൈം നമ്മൾ അച്ഛനെ കാണാതെ പോകരുത്. അച്ഛനും അതിൻ്റേതായിട്ടുള്ള അവരും അതിൽ ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ ആര് നിന്നില്ലെങ്കിൽ കൂടെ നൊന്ത് പ്രസവിച്ചതാണല്ലോ അവർക്ക് ആ ഒരു സ്നേഹം മാതാവിനെ എപ്പോഴും കാണുന്നതായിരിക്കും. അപ്പം ഇവിടെ ലേഖകൻ പറയുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും നമ്മുടെ അമ്മയോട് കാണിക്കുന്നതാണെങ്കിൽ, നന്ദികേട് കാണിക്കുന്നതാണെങ്കിൽ, ആ ഒരു നന്ദികേട് കാണിക്കുന്ന മനുഷ്യൻ ആരാണ്, ഇത് അത്രയ്ക്കും നികൃഷ്ടനായിട്ടുള്ള ഒരാളാണെന്നാണ് ഇവിടെ പറയുന്നത്.
വിവാഹകാലത്തെ പുതുമ അവസാനിക്കുന്നതോടുകൂടി അന്യോന്യം സന്തോഷിപ്പിക്കാനുള്ള സന്നദ്ധത അവസാനിക്കാതിരിക്കാൻ ദമ്പതിമാർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇരുവരുടെയും ഇഷ്ടവും താല്പര്യവും സ്വഭാവവും ഭിന്നമായിരിക്കുവാൻ മതി. അതറിഞ്ഞു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നാൽ ദാമ്പത്യ ജീവിതം ദുസ്സഹമായി തീരും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതായത് എല്ലാവർക്കും ഉണ്ട് അല്ലേ, ഇതിപ്പോൾ മനുഷ്യനായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അതിനെ തട്ടാതെ മുട്ടാതെ കുറച്ച് കാലത്തോളം നിൽക്കൂലേ, അതിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി ഇൻ കേസ് അത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് പഴകി, അപ്പോൾ എന്താണ്, നമ്മളത് വലിയ രീതിയിൽ അതിനെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിലാണ് വിവാഹ ജീവിതത്തിന്, വിവാഹ കാലത്ത് അവിടെ ഒരു പുതുമയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് കാലങ്ങൾ കഴിയുന്നതോട് ആ ഒരു പുതുമ അവസാനിക്കും. അപ്പോൾ എന്താണ് ഇവിടെ ലേഖകൻ പറയുന്നുണ്ട്, അപ്പം ആ ഒരു പുതുമ എപ്പോഴും അവസാനം വരെ നമ്മൾ ജീവിക്കുന്നത് കാലത്ത് എടുത്തോളം ആ ഒരു പുതുമ അങ്ങോട്ടേക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. കാരണം രണ്ട് പേര് ഒരു പാർട്ട്നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അവരുടെ സ്വഭാവങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ അത് രണ്ടും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ അത് തിരിച്ചറിഞ്ഞ് ദാമ്പത്യ ജീവിതം നയിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇതിന് ഓപ്പോസിറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാകാതിരുന്നാൽ ദാമ്പത്യ ജീവിതം അത്രയ്ക്കും കഠിനമാകുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ വരവിലധികം ഭാര്യ ചെലവ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കഴിവിൽ കൂടുതൽ ഓരോന്ന് ചെയ്യുവാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുക, ഇതാണ് കുഴപ്പത്തിനുള്ള ഒരു കാരണം. എൻ്റെ സ്ഥിതിക്കനുസരിച്ച് ഭാര്യയെയും മക്കളെയും സുഖമായി ഇരുത്തണം എന്ന വിചാരം ഭർത്താവിനുണ്ടായിരിക്കും. വീട്ടിലെ ചെലവിന് പുറമെ ഒഴിച്ചുകൂടാത്ത ചില ബാധ്യതകൾ അദ്ദേഹത്തിന് വേറെയും ഉണ്ടെന്ന് ഭാര്യ അറിയുകയില്ല. അറിഞ്ഞാൽ തന്നെ അതിനെപ്പറ്റി അത്ര ശ്രദ്ധിക്കുകയുമില്ല. അത് നിവർത്തിക്കാൻ ഭർത്താവിനുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർ ചിന്തിക്കയില്ല. തൻ്റെ ആവശ്യം നിറവേറ്റിയില്ലല്ലോ എന്ന പരാതി മാത്രമായിരിക്കും അവരുടേത്. അതിനെപ്പറ്റി അടിക്കടി ഭർത്താവിനോട് പറഞ്ഞ് അദ്ദേഹത്തെ ശല്യപ്പെടുത്തും. ക്ഷമയേറ്റ ഭർത്താവ് നിരാശനായി വല്ല കടുങ്കയും ചെയ്തുവെന്ന് വരും. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് ലേഖകൻ പറയുന്നത്? അതായത് ഭർത്താവ് ഭാര്യ എന്നായി കഴിഞ്ഞാൽ എന്താണ്, രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കണമെന്നാണ് അല്ലേ. കാരണം ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പല ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഭർത്താവിനെ മനസ്സിലാക്കുക എന്നതാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ലേഖകൻ പറയുന്നുണ്ട്. അതായത് ഭർത്താവിന് എന്താണോ കേപ്പബിലിറ്റി ഉള്ളത് അവരുടെ മനസ്സിലുണ്ടാവും എപ്പോഴും ഭാര്യയും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണമെന്ന്. അവരെന്താണോ ഏൺ ചെയ്യുന്നത്, അവരെന്താണോ മേക്ക് ചെയ്യുന്നത്, ആ ഒരു പൈസ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരെ നോക്കി വളർത്താൻ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭം മനസ്സിലാക്കിയിട്ട് എന്താണ്, ഭർത്താവിനോടൊപ്പം നിന്ന് തന്നെ കുടുംബജീവിതം നല്ല രീതിയിൽ നോക്കി നടത്താനാണ് ഭാര്യ ശ്രമിക്കേണ്ടത്. പക്ഷെ അതിന് പകരം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഭൂരിഭാഗം പേരും, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമെന്നാണ് ലേഖകൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഭർത്താക്കന്മാരുടെ വരവറിയാതെ അവരെ പണത്തിന് ശല്യപ്പെടുത്തുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പണം കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താക്കന്മാരെയും കാണാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതായത് ഒരു ഭർത്താവ് ഏൺ ചെയ്യുന്നത് ഇപ്പം ഒരു കുറച്ച് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിൽ കൂടുതൽ അവർ ഏൺ ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഭാര്യമാരുണ്ടാവും അല്ലേ. കുറേ അധികം എക്സ്പെൻസ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങി വെറുതെ ഇങ്ങനെ കുന്നുകൂട്ടി ഇടുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള ഭാര്യമാരുണ്ടാവും. ഇനി ചില ഭർത്താക്കന്മാർ അറുപ്പിശുക്കന്മാരായിരിക്കും. ഭാര്യമാർക്ക് ഏറ്റവും ചെറുതായിട്ട് വേണ്ട ഒരു പ്രഥമമായിട്ട് വേണ്ട കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാത്ത ഭർത്താക്കന്മാരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ആൾക്കാരെ സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നതായിരിക്കും. കിട്ടുന്ന പണത്തിൽ നിന്ന് ഭാര്യയ്ക്ക് കഷ്ടിച്ച ചെലവിന് മാത്രം വല്ലതും കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം സ്വന്തം ദൂരത്തിന് ഉപയോഗപ്പെടുത്തുന്ന ചില സ്വാർത്ഥികളില്ലെന്നില്ല. കുടിയും ഷീട്ടുകളിയും സിനിമയും സർക്യൂട്ടുമായി അവർ സമയം കഴിക്കും. അപ്പോൾ പിന്നെ എന്താണ് ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്? അതായത് അവർ ഉണ്ടാക്കുന്ന പൈസക്ക് കുറച്ച് മാത്രം ചിലവിന്, കാരണം അവർക്ക് ഫുഡ് കഴിക്കണമല്ലോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ. പിന്നെ അതും കൊടുക്കുന്നത് എന്താണ്, ചിലവിന് കൊടുക്കുന്നുണ്ടെന്ന് പിന്നീട് ഒരു വഴക്ക് വന്നു കഴിഞ്ഞാൽ പറയാനുള്ളതിന് വേണ്ടിയിട്ടാണ്. അതും ചെറിയൊരു എമൗണ്ടിൽ അല്ലേ, ചെറിയ കഷ്ടിച്ച ചിലവിന് മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അവരുടെ പേഴ്സണൽ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, പേഴ്സണലായിട്ട് സന്തോഷം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് പേഴ്സണൽ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഷീട്ട് കളി, സിനിമ, സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തേരപാര അലഞ്ഞ് നടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്.
ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണമെങ്കിൽ നമുക്ക് ഓക്കെ ആക്കാം. അത് ലൈക്ക് എന്താണ് പിന്നീട് ഇന്നുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇതിവിടെ ചിലവ് കുറച്ചിട്ട് ബാക്കി എടുത്തു വെക്കുന്ന രീതിയിലാക്കുക. പക്ഷെ ഇവിടെ ചിലർ എന്താ ചെയ്യുന്നത്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഇതിൽ വേണ്ടിയിട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. പണത്തേക്കാൾ കുടുംബജീവിതത്തെ കെടുത്തുന്നത് കോപമാണ്. നിസ്സാര സംഗതിക്ക് ദേഷ്യപ്പെടുന്നത് പലപ്പോഴും വലിയ കലഹത്തിന് കാരണമായി തീരും. രണ്ടുപേരും ഭാര്യയും ഭർത്താവും ദേഷ്യക്കാരായിരുന്നാൽ പിന്നെ പറയേണ്ടതുമില്ല. അവർ അതിഥികളെ അമ്പരിപ്പിക്കും, അയൽവാസികളെ ഭീതിപ്പെടുത്തും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, അതായത് മറ്റൊരു കുടുംബജീവിതം തകർക്കാനുള്ള മറ്റൊരു കാരണത്തെ കൂടി ലേഖകൻ പറയുന്നുണ്ട്. അതായത് കോപം, അല്ലേ, ആങ്കർ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരാൾ കോപം കാണിച്ച് ദേഷ്യം കാണിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളും ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും. ആ ഒരു കുടുംബജീവിതം ചിന്ന ഭിന്നമാക്കാൻ പിന്നെ കുറച്ചധികം നാളൊന്നും വേണ്ട, അവർ തന്നെ അത് എന്തായാലും 2 ഡേയ്സിൻ്റെ ഉള്ളിൽ കെടുത്തിക്കളയും. ആ ഒരു രീതിയിലേക്കായിരിക്കും വരുന്നത്. അതായത് ഇവർ കലഹം ഉണ്ടാക്കും, അല്ലേ, രണ്ടുപേരും ദേഷ്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ എന്താണ്, പിന്നെ ആ ഒരു വീട്ടിലൊരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റത്തില്ല. അപ്പം അതാണ് ഇവിടെ അതിഥികളെ അമ്പരിപ്പിക്കും. അതായത് ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാരെങ്കിലും വരുന്നതാണെങ്കിൽ എന്താണ്, ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടാണ്ടാവില്ല, ഭാര്യ അതിനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അതിന് കുത്തുവാക്കുകൾ പറയും. അറ്റ് ദ സെയിം ടൈം ഭർത്താവ് ഭാര്യ വീട്ടുകാർ വരുന്നതാണെങ്കിൽ എന്താണ്, അവരെയും കുറ്റം പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ രീതിയിൽ അതിഥികളെ അമ്പരിപ്പിക്കുന്നതായിരിക്കും. അയൽവാസികളെ ഭീതിപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കലഹമുള്ള ഒരു വീട്ടിലേക്ക് അയൽവാസികൾ എപ്പോഴും പറയണ്ടാവും, അല്ലേ, അവിടെ ഫുൾ കച്ചറയാണ്, അല്ലെങ്കിൽ അവർ ഒരു ദിവസം നല്ല രീതിയിൽ മിണ്ടി കാണുന്നത് നമ്മൾ അറിയില്ല. അതാണ് അയൽവാസികളെ ഭീതിപ്പെടുത്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗത്തിൽ ഉയരുവാനോ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തുവാനോ നാം എത്ര അധ്വാനിക്കുന്നു, എത്ര ശ്രമിക്കുന്നു, അതുപോലെ ഗൃഹത്തിൽ സൗഖ്യവും സമാധാനവും ഉണ്ടാക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ? മര്യാദ പുറത്തുള്ളവരോട് മാത്രം കാണിച്ചാൽ പോരാ, അത് വീട്ടിലുള്ളവരോടും ആവാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പിന്നീടുള്ള ആ ഒരു ലൈൻസിൽ ഉദ്യോഗത്തിൽ ഉയരുവാനോ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തുവാനോ നാം എത്ര അധ്വാനിക്കുന്നു, അല്ലേ, ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചധികം വരുമാനം സൃഷ്ടിക്കണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഗൃഹം നോക്കുന്നതാണെങ്കിൽ അതിനെ കൊണ്ട് നടത്തുന്നതിൽ ഇതും മുന്നോട്ട് വളരേണ്ട കാര്യമാണെന്നുള്ള ഒരു എന്താണ് ഓർമ്മ നമ്മളെല്ലാവരും സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിലവരുണ്ടാവും വീട്ടിൽ ഭയങ്കര കച്ചറയായിരിക്കും, എന്താണ് പുറമെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതിലും നല്ല മാന്യനായിട്ടുള്ള വ്യക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യമായാലും ഇതേപോലെ തന്നെ. അപ്പം ഇതെന്താണ് ഇവിടെ ലേഖകൻ പറയുന്നത്, പുറത്ത് മര്യാദ കാണിച്ചാൽ മാത്രം പോരാ, അത് വീട്ടിലുള്ളവരോട് കാണിച്ചാൽ മാത്രമേ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റൂ എന്നതാണ്. വീട്ടിൽ ആര് വന്നാലും അവരെ ആദരവോടെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സംസ്കാരത്തിൻ്റെ ഒരു ലക്ഷണം അതിഥികളോട് ആദരവോടെ പെരുമാറുകയാണ്. അവർ ബന്ധുക്കൾ കൂടിയായാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ സ്ഥിതിയേക്കാൾ താണസ്ഥിതിയിലുള്ളവരായിരുന്നാൽ അവരോട് പെരുമാറുന്നതിൽ കുറച്ചധികം വിനയം ആവശ്യമാണ്. അഹംഭാവത്തിൻ്റെ ലാഞ്ചന കൂടി അതിൽ ഉണ്ടാകരുത്. അപ്പോൾ ഇവിടെ എന്താണ് ലേഖകൻ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥി വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടത് നമ്മളുടെ കടമയാണ്, അല്ലേ. നമ്മുടെ ഈ ഒരു നമ്മളുടെ സംസ്കാരം വെച്ച് തന്നെ നോക്കുന്നതാണെങ്കിൽ അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത്, അല്ലേ, ഭാരതീയ സംസ്കാരത്തിൽ. അപ്പോൾ എന്താണ്, അതിഥികളെ ദൈവത്തിന് തുല്യമായിട്ട് കാണണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ സ്റ്റാറ്റസിന് മുകളിലുള്ളവരാവാം, താഴ്ന്നവരാവാം. ഇനിയിപ്പം താഴ്ന്ന സ്ഥിതിയിലുള്ളവരാണ് വന്നതെങ്കിൽ കൂടെ അവരെ ഒന്നും കൂടെ കെയർ കൊടുത്ത് നമ്മൾ എന്താണ് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തുണ്ടോയെന്നല്ല അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, അവരെ എത്രത്തോളം നന്നായി ട്രീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് കേട്ടോ. ദാമ്പത്യ ജീവിതത്തിന് ഉറപ്പും സ്ഥിരതയും ഉണ്ടാകുന്നതിനുള്ള ഉത്തമ മാർഗം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അച്ഛനും അമ്മയും ഒരുപോലെ പ്രദർശിപ്പിക്കുന്ന താല്പര്യമാണ്. രണ്ടു കൂട്ടരുടെയും പൊതുവായ പ്രേമം കേന്ദ്രീകരിക്കുന്നത് അവരിലാകുന്നു. അച്ഛനും അമ്മയും തങ്ങളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന തോന്നൽ കുട്ടികൾക്കുണ്ടാകണം. ഒരു കുട്ടിയോട് പ്രത്യേക വാത്സല്യം കാണിക്കുന്നത് മറ്റേ കുട്ടികൾക്ക് വലിയ കുണ്ഠിതത്തിന് കാരണമാകും. അച്ഛനും അമ്മയും തമ്മിൽ ഇഷ്ടമില്ലെന്നുള്ള വിചാരം അവരിൽ ഉണ്ടാകാത്തക്ക യാതൊരു വാക്കും അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്.
അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അതായത് നമുക്കറിയാം ഒരു ദാമ്പത്യ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് മാത്രമല്ല അവരുടെ രണ്ടുപേരുടെ സ്നേഹം കൂടിയാണ് അല്ലേ കുട്ടികളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടു പേർക്കും തങ്ങളുടെ കുട്ടികളുടെ മേൽ പല പ്രതീക്ഷകളും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ രണ്ടുപേരും കൂടെ നിന്ന് വേണം ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. കൂടാതെ വേറെ എന്താണ് ലേഖകൻ പറയുന്നത്, രണ്ടുപേരെ ഇനിയിപ്പം ഒരു കുട്ടിയാണെങ്കിൽ എല്ലാ സ്നേഹവും അവന് കൊടുക്കാം. ഇനിയിപ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള സ്നേഹം കൊടുക്കാം. ഒന്ന് വലുതാണല്ലോ എന്നാൽ ചെറുതിന് കുറച്ചധികം സ്നേഹം കൊടുക്കാം, അങ്ങനെ വിചാരിക്കരുത്. അല്ലെങ്കിൽ മൂത്ത കുട്ടിയാണല്ലോ ഞാൻ ഫസ്റ്റ് കണ്ടത് അവനെയാണ് അല്ലെങ്കിൽ അവളെയാണ്, ഇളയതിന് പിന്നീട് അത്ര വലിയ ലാളന കൊടുക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ആ ഒരു വേർതിരിവ് പറ്റരുത്. എല്ലാ കുട്ടികളോടും നമ്മളുടെ മക്കളാണെന്ന തോതിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ മൂന്ന് പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിൽ ജനിച്ചാൽ പോലും അവരെല്ലാം നമ്മുടെ മക്കളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ലാളന കൊടുക്കുക എന്നതാണ് പറയുന്നത്. ഇനി കുട്ടികളെ വാത്സല്യപൂർവ്വം വളർത്തേണ്ടത് ആവശ്യം തന്നെ. എന്നാൽ അവരുടെ നടപ്പും പെരുമാറ്റവും വേണ്ട പോലെ നിയന്ത്രിക്കുകയും വേണം. അവർ പറയുന്ന വാക്കുകളും മറ്റുള്ളവരോട് പെരുമാറുന്ന സമ്പ്രദായവും നിരന്തരം സൂക്ഷിക്കണം. തെറ്റുകൾ അപ്പോൾ വാത്സല്യത്തോടെ ചൂണ്ടിക്കാണിച്ച് അവയെ ഉടനടി തിരുത്തുവാൻ നോക്കണം. സ്വഭാവ രൂപവൽക്കരണത്തിനുള്ള അസ്ഥിവാരമിടുന്നത് ചെറുപ്പത്തിലാണ്. 7 വയസ്സാകുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ എൻ്റെ കയ്യിൽ തന്നാൽ ആ കുട്ടിയെ ഏത് നിലയിൽ വേണമെങ്കിലും ഞാൻ ആക്കിക്കോളാം എന്ന് ഹിറ്റ്ലർ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഇത് കുറച്ചും കൂടെ മോർ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മളൊരു കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുട്ടിയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന ആ ഒരു ബനാന ടോക്കിനിലെ അത് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമുക്കിതിന് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, അതായത് എപ്പോഴും നമ്മളൊരു പാരൻസ് ആയിക്കഴിഞ്ഞാൽ പാരൻറ്റിങ് വിഷയങ്ങളിൽ മികച്ചതാക്കണം. എന്നാലേ ഒരു പുതിയൊരു ഭാവിയെ നമ്മൾ വളർത്താണല്ലോ. ഒരു കുട്ടിയിലൂടെ അവനാണ് അടുത്ത ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവളാണ്. അപ്പോൾ എന്താണ്, നമ്മളൊരു മികച്ച പാരൻ്റ് ആവാൻ ശ്രമിക്കുക. അവിടെ വാത്സല്യം കൊടുക്കുന്നതോടുകൂടെ തന്നെ അവരോട് പറയണം ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കണം, ഈ കാര്യങ്ങളൊക്കെ കൂടെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളെയും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ലേഖകൻ, അതായത് ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 7 വയസ്സിന് മുന്നേ ഉള്ള ഒരു കുട്ടിയെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കൂ, അയാൾ എന്ത് വേണമെങ്കിലും ആ ഒരു കുട്ടിയെ ഹിറ്റ്ലർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അതായത് എന്താണ് ഇവിടെ എന്ത് വേണമെങ്കിലും ആക്കിക്കൊള്ളാം എന്ന് പറയുന്നത്, അതായത് ഇവിടെ പറയുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് അല്ലേ, അവരുടെ അത്രയും ചെറിയ കാലത്ത് അവർക്ക് ഒരു മെൻ്റൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും. എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് അവർ ഗാദർ ചെയ്യും അല്ലേ, അതിനെ എല്ലാ കാര്യങ്ങളെയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം ആ ഒരു ചെറുപ്പത്തിൽ ഇപ്പം ഹിറ്റ്ലറിൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ ആ ഒരു 7 വയസ്സിന് മുന്നേ ഉള്ള ഒരു കുട്ടീനെ തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹിറ്റ്ലർക്ക് തീരുമാനിക്കാം ആ കുട്ടി നന്നാവണോ വേണ്ടോ എന്ന്. ഇപ്പം അദ്ദേഹം വിചാരിക്കുന്നത് നല്ല കുട്ടിയാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എന്തെല്ലാം കാര്യം നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ അവനെ എന്തൊക്കെ രീതിയിൽ ചീത്തയാക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ, ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അവന് ആ ഒരു രീതിയിലേക്ക് വഴി നയിക്കാം. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 7 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു യങ് ഏജിലേക്ക് അഡൽട്ട് ഏജിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് സ്വഭാവമായിട്ട് വരും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ വേണം, പാരൻസ് വേണം കുട്ടികളെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട്. മനുഷ്യർ തമ്മിലുള്ള പ്രാഥമിക ബന്ധം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരാളും അയാളുടെ ഭാര്യയും അവരുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധം ഈ പരമാർത്ഥത്തെ അവഗണിക്കുന്ന ഏത് സാമുദായിക വ്യവസ്ഥയും ഉറപ്പില്ലാത്തതാണ്, സ്ഥിരമല്ലാത്തതാണ്. അതുകൊണ്ട് ഏത് സംസ്കാരത്തിൻ്റെയും മഹാത്മ്യം അറിയുവാനുള്ള ഉരകല്ല് അത് ഏത് തരത്തിലുള്ള കുടുംബത്തെയാണ് വാർത്തെടുക്കുന്നത് എന്നതാണ്. ഇതിനെപ്പറ്റി ചീനയിലെ സുപ്രസിദ്ധ പണ്ഡിതനും ചിന്തകനുമായ ലിൻ യുടാങ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സ്വാഭാവികവും പ്രകൃതിക്കനുസരിച്ചതുമായിട്ടുള്ള ബന്ധം കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം വിജയമാക്കി തീർക്കുവാൻ സാധിക്കാത്ത ഒരാൾക്ക് ജീവിതത്തിലെ മറ്റു രംഗങ്ങളിൽ ജയം നേടുവാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ, അദ്ദേഹം കുടുംബജീവിതമാണ് ഏറ്റവും എല്ലാത്തിൻ്റെയും പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളാക്കുന്നത് നമ്മുടെ കുടുംബം തന്നെയാണെന്നാണ്. അതിൽ നമ്മുടെ ഈ ഒരു ചൈനയിലെ പണ്ഡിതനായിട്ടുള്ള ലിൻ യുടാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ആ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ, നമ്മളിപ്പം
ഏറ്റവും നല്ല ആത്മബന്ധം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് അല്ലേ. ആ ഒരു കുടുംബം നല്ല രീതിയിൽ വിജയമാക്കി എടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ്, അവന് മറ്റുള്ള രംഗങ്ങളിൽ അവൻ്റെ ഇപ്പം ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഇത് സഹായകമാവുന്നതായിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു കുടുംബ ബന്ധം വിജയമാക്കി തീർക്കാൻ പറ്റാത്ത ഒരാൾക്കാണെങ്കിൽ, അതാണ് ആ ബന്ധം വിജയമാക്കി തീർക്കുവാൻ സാധിക്കാത്ത ഒരാൾക്ക് ജീവിതത്തിലെ മറ്റു രംഗങ്ങളിൽ ജയം നേടുവാൻ പ്രയാസമായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഒരു നല്ല കുടുംബജീവിതം നയിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു ഗ്രോത്ത് മറ്റൊരു വിഭാഗങ്ങളിൽ നേടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സന്തോഷവും പേഴ്സണൽ ഗ്രോത്തും എല്ലാം ആദ്യം സൃഷ്ടിക്കുന്നത്, അതിൻ്റെ ബേസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഓരോ പാരഗ്രാഫ് നിങ്ങൾ നോക്കുക, എല്ലാം കുടുംബത്തെ കുറിച്ചിട്ടാണ് ഗ്രന്ഥകാരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. അതിൻ്റെ ആൻസറും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് സ്വാതന്ത്ര്യക്കുറവില്ല എപ്പോൾ? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ, സൽക്കാരത്തിൽ പങ്കുകൊള്ളുമ്പോൾ, യോഗസ്ഥലത്ത് സന്നിഹിതനായിരിക്കുമ്പോൾ, വീട്ടിൽ കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? നമുക്ക് സ്വാതന്ത്ര്യക്കുറവില്ല അല്ലേ. സ്വാതന്ത്ര്യം എത്ര വേണമെങ്കിലും ആഘോഷിക്കാം. അത് എവിടെ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പറ്റുന്നത്? അത് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ അല്ലേ. വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വീട്ടിൽ കഴിയുമ്പോൾ. രണ്ടാമത് വരുന്നത് താഴെ പറയുന്നവയിൽ സ്നേഹം എന്ന പദത്തിനോടടുത്ത് അർത്ഥം വരുന്ന പദം ഏത് എന്നാണ്. ത്യാഗം, വാത്സല്യം, സേവനം, സഹിഷ്ണുത. അപ്പം എന്താണ് സ്നേഹത്തിനോട് അടുത്ത് വരുന്നത്? സ്നേഹത്തിനോട് അടുത്ത് വരുന്നത് നമുക്കറിയാം അല്ലേ, വാത്സല്യം. അതാണ് ആൻസർ വരുന്നത്. ഇനി ഒരാൾക്ക് ഭക്ഷണത്തിനും മാംസം കൂടാതെ കഴിയില്ല, മറ്റൊരാൾക്ക് അത് കണ്ടുകൂടാ. ഇവിടെ കണ്ടുകൂടാ എന്നതിനർത്ഥം കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇഷ്ടമല്ല, വെറുപ്പാണ്, താല്പര്യം കുറവാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കണ്ടുകൂടാ എന്നുകൊണ്ട് അർത്ഥം വരുന്നത് പറയാൻ പറ്റുന്നത്? അതായത് നമുക്കിപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇഷ്ടമല്ല ആവാം അല്ലെങ്കിൽ വെറുപ്പാണെന്ന്. ഇത് രണ്ടുമായിരിക്കും ഒരു മെയിനായിട്ടുള്ള കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ആൻസർ വരുന്നത് വെറുപ്പാണ് എന്നാണ് കേട്ടോ. അതായത് ഒരാൾക്ക് ഇഷ്ടം എന്താണ് കണ്ടുകൂടാ, മറ്റൊരാൾക്ക് അത് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് മാറുന്നല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും അത് വെറുപ്പാണ് എന്നാണ് കേട്ടോ ആൻസർ വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പണത്തേക്കാൾ കുടുംബജീവിതത്തെ കെടുത്തുന്നത് ഏത്? കോപം, പരാതി, രോഗം, ധൂർത്ത്. അപ്പോൾ ഇത് ആൻസർ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് കോപമാണ് അല്ലേ. കോപമാണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു ലേഖനം വായിച്ചു കഴിയുമ്പോൾ തന്നെ നാലാമത്തെ എങ്ങാണ്ടും ഇതിൽ പറയുന്നുണ്ട് കോപത്തെക്കുറിച്ചിട്ട് അല്ലേ. കുടുംബജീവിതം തകർത്തുന്ന മറ്റൊരു കാര്യം കോപമാണ്. രണ്ടുപേരും കൂടി, ഭാര്യ ഭർത്താക്കന്മാർ കൂടെ തല്ല് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ആൻസർ വരുന്നത് കോപം. ഇനി അഞ്ചാമത് വരുന്നത് ദമ്പതികളുടെ കോപത്തെ പറ്റി ലേഖകൻ സൂചിപ്പിച്ചിട്ടില്ലാത്ത ഘടകം ഏതെന്നാണ്. കലഹത്തിന് കാരണമായി തീരുന്നു, അതിഥികളെ അമ്പരിപ്പിക്കുന്നു, അയൽവാസികളെ ഭീതിപ്പെടുത്തുന്നു, മക്കൾക്ക് വെറുപ്പുണ്ടാക്കുന്നു. അപ്പം ഇതിൽ ഏതാണ് ലേഖകൻ സൂചിപ്പിച്ചിട്ടില്ലാത്തത്? നമുക്കറിയാം 3 കാരണങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരുന്നു. കലഹത്തിന് കാരണമാകുകയും, അതിഥികളെ അമ്പരിപ്പിക്കുകയും, അയൽവാസികളെ ഭീതിപ്പെടുത്തുകയും. അപ്പം നാലാമത് വരുന്നതാണ് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ മക്കൾക്ക് വെറുപ്പുണ്ടാക്കുന്നു എന്നതാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KP കേശവൻ മേനോന്റെ അഭിപ്രായത്തിൽ നാം കുറച്ചധികം വിനയം കാണിക്കേണ്ടത് ആരോടാണ്? അപ്പോൾ എന്താണ് അവസാന ഭാഗത്തേക്ക്, അവസാന പാരഗ്രാഫിലാണല്ലേ പറയുന്നത്. അതിഥി സൽക്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ എന്താണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ കുറിച്ച് അല്ലെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുമ്പോഴെന്താണ് നമ്മുടെ സ്റ്റാറ്റസിന് കുറച്ച് താഴ്ന്ന സ്ഥിതിയിലുള്ളവരാണെങ്കിൽ അവരോട് എന്താണ് ലാച്ചന ഇല്ലാതെ അല്ലേ, ലൈക്ക് നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമെന്നും പറയുന്നുണ്ട്. അപ്പം അത് ഓപ്ഷൻസ് ഉണ്ട്. വലിയവരോട്, ഗുരുക്കന്മാരോട്, താണ സ്ഥിതിയിലുള്ളവരോട്, മാതാപിതാക്കളോട്. അപ്പോൾ ഇത് ഏതാണ് ആൻസർ വരുന്നത്? താണ സ്ഥിതിയിലുള്ളവരോട് എന്നാണ് കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള നിബന്ധനകളിൽ ഒഴിവാക്കേണ്ടത് ഏത് എന്നാണ്. ഒന്ന്, ദമ്പതിമാർ മക്കളെ വാത്സല്യത്തോടെ വളർത്തണം, അവരുടെ നടപ്പും പെരുമാറ്റവും ശ്രദ്ധിക്കണം. പിന്നെ അച്ഛനമ്മമാർ തമ്മിൽ സ്നേഹക്കുറവുണ്ടെങ്കിൽ മക്കളെ അറിയിക്കരുത്.
പിന്നീട് വരുന്നത് മക്കളെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനൊത്ത് വളർത്തണം. അപ്പോൾ ഇതിലെന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് എന്താണ് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്? മക്കളെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനൊത്ത് വളർത്തണം എന്നതാണ് അല്ലേ. മക്കളെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനൊത്താണ് വളർത്തേണ്ടത് അല്ലേ. അവർക്ക് റെസ്പോൺസിബിൾ ആണ്, എന്നിരുന്നാൽ പോലും അവർ എന്താണ് കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തണം. എന്നാൽ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. ഉപദേശം കൊടുക്കേണ്ടടുത്ത് ഉപദേശം കൊടുക്കണം. എന്നാൽ പോലും അവരുടെ ലൈഫ് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആർക്ക് കൊടുക്കണം? മക്കൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ് അല്ലേ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ശിശുപരിപാലനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏത്? വാത്സല്യത്തോടെ വളർത്തണം, നടപ്പും പെരുമാറ്റവും ശ്രദ്ധിക്കണം, അച്ഛനമ്മമാർ തമ്മിൽ സ്നേഹക്കുറവുണ്ടെങ്കിൽ മക്കളെ അറിയിക്കരുത്, സ്വഭാവ രൂപവൽക്കരണത്തിന് ചെറുപ്പത്തിലെ അസ്ഥിവാരമിടണം. അപ്പോൾ എന്താണ് ഏറ്റവും ശിശുപരിപാലനത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവ രൂപവൽക്കരണത്തിന് ചെറുപ്പത്തിലെ അസ്ഥിവാരം ഇടണം എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ്? ഹിറ്റ്ലർ പറഞ്ഞതുപോലെ തന്നെ 7 വയസ്സിന് മുൻപേ വരുന്നത് ശൈശവമാണ് അല്ലേ. ആ ഒരു ചെറിയ കാലഘട്ടമൊക്കെ വരുന്നത് നമ്മുടെ ആ ഒരു ശിശു ആയിരിക്കുമ്പോഴേ നമ്മളെന്താണ് അവിടെയാണ് നമ്മുടെ ഡെവലപ്പിംഗ് സ്റ്റേജ് വരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ നല്ല രീതിയിലുള്ള സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ. എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനാവണം എന്നുള്ള രീതിയിലേക്ക്. അപ്പം അതിനെയാണ് ഇത് സ്വഭാവ രൂപവൽക്കരണത്തിന് ചെറുപ്പത്തിലെ അസ്ഥിവാരമിടണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 7 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ എൻ്റെ കയ്യിൽ തന്നാൽ ആ കുട്ടിയെ ഞാൻ ഏത് നിലയിലും ആക്കാമെന്ന് പറഞ്ഞത് ആര്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഐൻസ്റ്റീൻ, ലിൻ യുടാങ്, ഹിറ്റ്ലർ, അബ്രഹാം ലിങ്കൺ. ഇതിപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ആരാണ്? ഹിറ്റ്ലറാണ് അല്ലേ. ഇനി 10ാമത്തേതും ലാസ്റ്റ് ക്വസ്റ്റ്യനുമാണ് വരുന്നത്. ഇവിടുന്ന് മനുഷ്യർ തമ്മിലുള്ള പ്രാഥമിക ബന്ധം ആരംഭിക്കുന്നത് എങ്ങനെ? അപ്പോൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ലേഖനവും പറയുന്നത്. ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഓപ്ഷൻസ് നിന്ന് പെട്ടെന്ന് ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. എന്താണ്? കുടുംബത്തിൽ നിന്നാണ് അല്ലേ നമ്മുടെ ഈ ഒരു മനുഷ്യർ തമ്മിലുള്ള പ്രാഥമിക ബന്ധം അല്ലെങ്കിൽ അടിസ്ഥാന ബന്ധം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ. ഭയങ്കരമായിട്ടുള്ള ഈസി ആയിട്ടുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇത് വ്യക്തതയോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നിങ്ങൾക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എനിവേ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.